ഹായ് ഹലോ നമസ്തേ നമസ്കാരം. രാവിലെ തന്നെ പോയിട്ട് ജവാൻ സിനിമ കണ്ടു തിരിച്ചു വന്നു. ഇപ്പോൾ ചായ കുടിക്കുന്നു. ഇനി സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് ഒരു കപ്പ് ചായയാണ്. ശരിയാണ്, ഒരു കപ്പ് ചായ ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? കുറച്ച് പാൽപ്പൊടി, കുറച്ച് പഞ്ചസാര, മെയിൻലി ചായപ്പൊടി, വെള്ളം. ഈ സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടിലെ അടുക്കളയിൽ, എൻ്റെ റൂമിൽ അടുക്കളയിൽ അമ്മയുടെ കയ്യെത്തുന്നിടത്ത് ഇങ്ങനെ കിട്ടാവുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് ചായ ഉണ്ടാക്കുക മാത്രമേ ചെയ്യണ്ടൂ. സത്യം പറഞ്ഞാൽ ഈ ജവാൻ എന്ന സിനിമ ആറ്റ്ലി നിർമ്മിച്ച അല്ലെങ്കിൽ ആറ്റ്ലി സംവിധാനം ചെയ്ത ഒരു ആറ്റ്ലിയുടെ സിനിമയാണ്. അതാണ് ജവാൻ എന്ന സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത്. ഇനി പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയുന്നില്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഓക്കെ ആയിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ട കുറേ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ ഇവിടെ കൈയടിക്കാനും ഗൂസ് ബംസ് തരുന്ന ഒരുപാട് സീൻസ് നമുക്ക് ഒരുക്കി വെച്ചിട്ടാണ് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോകുന്നത്. അതിൽ കുറച്ച് സസ്പെൻസും കാര്യങ്ങളും എലമെൻറ്റ്സും വെച്ചിട്ടുണ്ട്. നല്ലൊരു ഇൻ്റർവെൽ ബ്ലോക്കും തന്നിട്ടാണ് ആ ഇൻ്റർവെൽ നമ്മളെ പോപ്കോണും അങ്ങനെയായിട്ട് പുറത്തേക്ക് വിടുന്നത്. ആ ഇൻ്റർവെല്ലിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഇനി അങ്ങനെ ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും, ഇങ്ങനെയൊക്കെ നമുക്ക് വേണം, ഇത് വേണം, അത് വേണം, അങ്ങനെ ചിന്തിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ഹാഫ് തിയേറ്ററിൽ കാണാനായിട്ട് കയറുന്നത്. ആ ഒരു സെക്കൻഡ് ഹാഫ് എനിക്ക് എന്തോ ഒത്തിരി നമ്മുടെ ഇമാജിനേഷൻ, നമ്മൾ വിചാരിച്ച അത്രയ്ക്കുള്ള ഒരു ഇമ്പാക്റ്റ് കിട്ടിയില്ല. പക്ഷേ സംഭവം ഓക്കെയാണ്. നല്ലൊരു സിനിമ, നമുക്ക് കൈയടിക്കാവുന്ന ഒരുപാട് എലമെൻറ്റ്സ് തന്നിട്ട് അവസാനം കൊണ്ട് നിർത്തുന്ന ഒരു നല്ല സിനിമ. ഈ കഥയെ പറ്റി പറയുകയാണെങ്കിൽ, കഥ എന്ന് പറയുന്നത് ഒരുപാട് സോഷ്യൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു കഥ. അതിന് നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് സിനിമകൾ കൂടെ ചേരുവകളൊക്കെ ചേർത്തിട്ട് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു ആറ്റ്ലി ചിത്രം. ഇനി പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷാറുഖ് ഖാൻ, SRK ഒബ്വിയസ്ലി അദ്ദേഹം ഈ ഒരു ടൈമിലും ആ ഡാൻസ് മൂമെൻറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആക്ഷൻ മൂമെൻറ്റ്സ് ആണെങ്കിലും, ഞാൻ അതിന് കൂടുതൽ പറയുകയാണെങ്കിൽ സെൻറ്റിമെൻറ്റ് സൈഡാണെങ്കിലും ആളുടെ പെർഫോമൻസ് ഉഗ്രൻ, നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. ആ ഒരു പെർഫോമൻസ് നമുക്ക് വെറുതെ ആക്ഷൻ ഹീറോ അല്ലെങ്കിൽ ആക്ഷൻ ഇത് മാത്രം കാണിച്ചിട്ട് നമ്മളതിനെ കൈയടിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അതിൽ കൂടുതലായിട്ട് നമുക്ക് ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ അദ്ദേഹം കൊടുക്കുന്ന പെർഫോമൻസ് അത് ഉഗ്രനായിരുന്നു. ഇനി ഡയറക്ഷൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ആറ്റ്ലി എന്ന സംവിധായകനെ അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് കൈമുതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷൻസ്, നേരത്തെ പറഞ്ഞ സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആ കഥയെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും അത് നമ്മളിലേക്ക് കണക്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു കഴിവ് തന്നെ വേണം. കാരണം സെൻറ്റിമെൻറ്റ്സ് കുറേ സ്ക്രീനിൽ വാരിപ്പൂശി കാണിക്കുന്നു, പക്ഷേ അതൊരിക്കലും നമ്മളിലേക്ക് കണക്റ്റ് ആവാതെ വരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അത് കണക്റ്റ് ആവണമെങ്കിൽ ആ സ്ക്രീനിലെ ഫ്രെയിം വെക്കുന്ന ഒരു ഇത് മുതൽ നമ്മുടെ BGM ഉൾപ്പെടെ പെർഫോമൻസ്, അവർ പറയുന്ന ഡയലോഗ്സ് ഉൾപ്പെടെ എല്ലാം ഒരു ഒരു കണക്ഷനിൽ വന്നാൽ മാത്രമേ അത് നമ്മുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് എത്തുള്ളൂ. ആ ഒരു കാര്യത്തിൽ ആറ്റ്ലി എന്ന സംവിധായകൻ 100-ൽ 100 മാർക്ക്. കാരണം ഇതിൽ പറയുന്ന ഒരുപാട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണെങ്കിലും അതിൽ ഒരുപാട് ഇമോഷണൽ എലമെൻറ്റ്സ് ആണെങ്കിലും എല്ലാം ആ സ്ക്രീനിൽ കാണിക്കുമ്പോൾ നമുക്കതിനോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അതിനോടൊപ്പം നമ്മൾക്ക് കണക്ട് ചെയ്യാനും റിലേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അതൊരു നല്ല കൈയടി കൊടുക്കേണ്ട ഒന്നാണ്. പിന്നെ പെർഫോമൻസിൽ എടുത്തു പറയേണ്ടത് നയൻതാരയുടെ പെർഫോമൻസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പേര് വെറുതെ ചാർത്തി കൊടുത്തിരിക്കുന്നതല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ഉഗ്രൻ പെർഫോമൻസാണ്. സെക്കൻഡ് ഹാഫിലെത്തിയപ്പോൾ അത് എവിടെയൊക്കെയോ ഇങ്ങനെ താഴ്ന്ന് സിനിമയിലേക്ക് ലയിച്ച് പോകുന്ന പോലെ തോന്നി. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു മോസാൻ ക്യാറ്റ് ഗെയിം പോലെ തോന്നുന്ന തരത്തിലുള്ളൊരു കഥയാണ് ഫസ്റ്റ് ഹാഫിലുള്ളത്. അതിൽ നയൻതാര എന്ന ലേഡി സൂപ്പർ സ്റ്റാർ ഒരു വലിയ പെർഫോമൻസ്, നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നീട് ഒരുപാട് എക്സ്പെക്റ്റേഷനോട് ഞാൻ പോയി നോക്കി കണ്ടത് നമ്മുടെ വിജയ് സേതുപതിയുടെ ക്യാരക്ടറായിരുന്നു. ഓക്കെയാണ്, അദ്ദേഹം സേഫ് സോണിലാണ്. അത് ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുള്ള ആ ഒരു ക്യാരക്ടറൈസേഷൻ അത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന 100-ൽ 110% ഉറപ്പുള്ള തരത്തിലുള്ളൊരു ക്യാരക്ടർ. അത് ഒരു മടിയും കൂടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അത് വൃത്തിയായിട്ട് സ്ക്രീനിൽ ചെയ്ത് കാണിച്ചു തരുന്നു. അത്രയേ ഉള്ളൂ. അത് നല്ല രീതിയിൽ ചെയ്യാൻ അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം വരുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ്, പ്രിയാമണി ആണെങ്കിലും
പിന്നെ സഞ്ജയ് ദത്താണെങ്കിൽ ഞാൻ പടത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ ടൈറ്റിൽസ് എഴുതി കാണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നോട്ട് ചെയ്തത് താങ്ക്സ് എന്ന കൂട്ടത്തിൽ സഞ്ജയ് ദത്തിന് താങ്ക്സ് ഉണ്ട്. സാധാരണ ക്യാമിയോ റോൾസ് വരുമ്പോഴാണല്ലോ അവർക്കാണല്ലോ താങ്ക്സ് പറയാം. അപ്പോൾ മനസ്സിലായി ഒന്നേ ക്യാമിയോ റോൾ ഉണ്ടാവും, അല്ലെങ്കിൽ വെറുതെ താങ്ക്സ് പറഞ്ഞായിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഒരു പർട്ടിക്കുലർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു റോളിൽ സഞ്ജയ് ദത്ത് വരുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. കിഡിലൻ സിനിമാറ്റോഗ്രാഫി ഒന്നും പറയാനില്ല. ഒരുപാട് സീൻസിലൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു ഫ്രെയിംസ് ആ സ്ക്രീനിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കൈയടിക്കാൻ തോന്നും. പിന്നെ ഒരു ഇൻട്രോ ആണെങ്കിലും ആ ഇൻട്രോയിലേക്ക് ആ നായകൻ കയറി വരുമ്പോൾ അതിൻ്റെ ഒരു മൂവ്മെൻറ്റും ക്യാമറയുടെ മൂവ്മെൻറ്റും സംഭവം എല്ലാം അടിപൊളിയായിരുന്നു. അതിനോടൊപ്പം നിൽക്കുന്ന ഒന്ന് തന്നെയാണ് BGM, അതുപോലെ തന്നെ പാട്ടുകളും. ഞാൻ ട്രെയിലറിലും പിന്നെ പാട്ടുകളൊക്കെ കണ്ടപ്പോൾ ഒന്നും ഇതെന്തെങ്ങനെ എന്ന് ചോദിച്ച് വിചാരിച്ചതാണ്. പക്ഷേ തിയേറ്ററിലെത്തിയപ്പോൾ ആ ഒരു BGM ആണെങ്കിലും സോങ്സ് ആണെങ്കിലും ആ ബന്ദർക്കിരീടം ആ പാട്ടിലൊരു കിടിലൻ സാധനമുണ്ട് ഇടയ്ക്ക്. അത് ആറ്റ്ലിയുടെ സിനിമയിൽ കുറേ കണ്ടിട്ടുള്ളതാണ്, ഇതിന് മുമ്പുള്ള 1-2 പടത്തിൽ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു കിടിലൻ സാധനം ഇതിലുമുണ്ട് ആ പാട്ടിനിടയിൽ. അതെന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ആ പാട്ടാണെങ്കിലും നമുക്ക് തിയേറ്ററിൽ നല്ലൊരു ഓണം സൃഷ്ടിച്ചു. നല്ലൊരു കൈയടിക്കാനും ആൾക്കാരെ എൻ്റെ നിന്ന് ചാടാനും ഒക്കെ തരത്തിലുള്ള പാട്ട് തന്നെയായിരുന്നു. ഇനി ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ വഴിയാണ് പടത്തിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. ഇതൊരു ആറ്റ്ലിയുടെ സിനിമയാണെന്ന് ഞാൻ പറയുന്നു. ചായ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഊഹിക്കാം എന്താണ് ഇതിലുള്ളതെന്ന്. എന്നാലും പടം നമുക്ക് ഒരു പോയി കാണാൻ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ ഉള്ള ഫൈറ്റ് സീൻ ആണെങ്കിലും ചില ചേസിങ് സീൻസ് ആണെങ്കിലും ഒക്കെ ആ തിയേറ്ററിൽ പോയിട്ട് ആ സൗണ്ടിൻ്റെ ആ ഒരു ഇമ്പാക്റ്റിൽ ആ ഒരു ഇതിൽ കൈയടിച്ച് നിന്ന് കേട്ട് കണ്ട് പോരേണ്ട കാര്യങ്ങൾ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. അത്ര നിരാശപ്പെടുത്താതെ എബോവ് ആവറേജിനും മുകളിൽ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച് എക്സ്പെക്ട് ചെയ്ത് എൻ്റെ ഒരു എത്തിയിട്ടില്ല. അതിനൊരു കാരണം ഉണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ ഇതിന് എക്സ്പെക്റ്റേഷൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലേക്ക് എത്തിയില്ല എന്നൊരു വിഷമമുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എങ്ങനെയുണ്ട് പടം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ടിക്കറ്റിനുള്ള പൈസ ഫസ്റ്റ് ഹാഫിൽ തന്നെ മുതലായി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള പടം ഉണ്ട്. എനിവേ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് പടം കാണുക. ആറ്റ്ലിയുടെ സിനിമകളല്ല ആറ്റ്ലി സിനിമ കാണുക, എൻജോയ് ചെയ്യുക. ഹാപ്പി ഓണം. ഈ ഹാപ്പി ഓണം പറയാൻ കാരണം പടത്തിൽ 1-2 തവണ ഈ ഹാപ്പി ഓണം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പടം പോയി കാണുക. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. നല്ലൊരു സിനിമയായിരിക്കട്ടെ. എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പടത്തിൻ്റെ കമൻസ് തീർച്ചയായിട്ടും ഇടുക. ചിലപ്പോൾ കമൻസ് നോക്കിയിട്ട് പടം കാണാൻ പോകുന്നവരുണ്ടായിരിക്കും. എനിക്കറിയാം ആരും കമൻസൊന്നും അധികം വന്നു തുടങ്ങിയിട്ടില്ല. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു 2 മന്തായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ തരുന്ന ലൈക്കാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലാണ് ഈ ചാനലിനെ വളർത്തുന്നത്. നിങ്ങൾക്ക് റിവ്യൂസ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ട്രെയിലർ റിയാക്ഷനും ഫിലിം എക്സ്പെക്റ്റേഷനും പിന്നെ ഫിലിം റിവ്യൂസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. കൂടാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള 1-2 ചെറിയ തോട്ട്സൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ടാറ്റ, സീ യു, ബൈ.